പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. മായന്നൂർ ശ്രീകുറുമ്പക്കാവ് തിരുവുത്സവ താലപ്പൊലി ആഘോഷത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി MLA യുവ പ്രദീപിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മായന്നൂർ ശ്രീകുറുമ്പക്കാവ് താലപ്പൊലി ആഘോഷ ഒരുക്കങ്ങൾ പൂർത്തിയായി. 2025 ഏപ്രിൽ മാസം 13 ഞായറാഴ്ച നടക്കുന്ന പ്രസിദ്ധമായ മായന്നൂർ ശ്രീകുറുമ്പക്കാവ് തിരുവുത്സവ താലപ്പൊലി ആഘോഷത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ MLA യുവ പ്രദീപിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം അഗ്രശാല ഹാളിൽ വെച്ച് ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. ഏപ്രിൽ 2-ാം തീയതി ക്ഷേത്രം അഗ്രശാല ഹാളിൽ താലപ്പൊലി ആഘോഷം ഭംഗിയായും ആചാരപരമായും ചിട്ടയായും നടത്തുന്നതിന് MLA യുവ പ്രദീപ്, പോലീസ്, റവന്യൂ, പഞ്ചായത്ത്, ആരോഗ്യം, ഫയർഫോഴ്സ്, എക്സൈസ്, വാട്ടർ അതോറിറ്റി, KSEB, സോഷ്യൽ ഫോറസ്ട്രി എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ദേശീയ കമ്മിറ്റി ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർത്ത് എടുക്കേണ്ട നടപടികളെക്കുറിച്ചും ഒരുക്കങ്ങളെക്കുറിച്ചും തീരുമാനമെടുത്തിരുന്നു. നമ്മുടെ വിശ്വാസികളും അതുപോലെ തന്നെ മായന്നൂർക്കാരും ആഗ്രഹിച്ച പോലെ, അല്ലെങ്കിൽ കൊണ്ടാഴിക്കാർ ആഗ്രഹിച്ച പോലെ വെടിക്കെട്ട് ഉൾപ്പെടെ നടത്താൻ കഴിയില്ലോ എന്നത് ഇത്തവണ അത് ബഹുമാനപ്പെട്ട കോടതിയുടെ സഹായത്തോടു കൂടി ഇത്തവണ വെടിക്കെട്ടും കൂടെ നമുക്ക് നടത്താൻ കഴിയുന്നുള്ളത് വലിയ സന്തോഷമാണ്. എന്നാൽ വെടിക്കെട്ട് ഉൾപ്പെടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ വലിയ തോതിൽ ജനങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഉത്സവം കൂടിയാണത്. അപ്പോൾ കഴിഞ്ഞ 2-ാം തീയതി ഇതിൻ്റെ മുന്നൊരുക്കം എന്ന നിലയ്ക്ക് നമ്മുടെ റവന്യൂ, അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള വരുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ യോജിപ്പിച്ച് അവരുടെ ഒരു യോഗം, ദേശീയ കമ്മിറ്റികളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കേണ്ടായി. അതിന് വെടിക്കെട്ടിനെ അപേക്ഷിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടായി. ഒപ്പം ജനങ്ങൾ വന്നാൽ പ്രയാസം കൂടാതെ ഉത്സവം കണ്ട് ആഘോഷിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനും കൂടെ ഒരുക്കങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടായി. ഇതെല്ലാം ഞങ്ങൾ ആലോചിച്ച് കൂട്ടായുള്ള ഒരു ആലോചന നടത്തി വളരെ ഭംഗിയായി അതിലെല്ലാ ഒരുക്കങ്ങളും നടന്നിട്ടുണ്ട്. വരുന്ന ജനങ്ങൾക്ക് വോളണ്ടിയേഴ്സ് വരെ നമുക്ക് പ്ലാൻ ചെയ്ത് അതുമായി ബന്ധപ്പെട്ടെടുത്ത നടപടികളെക്കുറിച്ചാണ് യോഗത്തിൽ വിലയിരുത്തൽ നടത്തിയത്. താലപ്പൊലി ആഘോഷം കാണാനെത്തുന്ന ഭക്തർക്കും വിശ്വാസികൾക്കും ഉത്സവപ്രേമികൾക്കും എല്ലാവിധ സൌകര്യങ്ങളും ഒരുക്കിയതായി യോഗം വിലയിരുത്തി. ശുദ്ധമായ കുടിവെള്ളം യഥേഷ്ടം ലഭ്യമാക്കൽ, ചെറുപൂര കമ്മിറ്റികൾ സമയക്ലിപ്തത പാലിക്കൽ, മതിയായ പാർക്കിംഗ് സൌകര്യം, വെടിക്കെട്ടിന് സമയക്ലിപ്തത പാലിക്കൽ, സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ബാരിക്കേഡ് സ്ഥാപിക്കൽ, 50ഓളം റിഫ്ലക്ടർ ജാക്കറ്റ് ധരിച്ച വളണ്ടിയർമാരുടെ സേവനം, വേസ്റ്റ് ഇടുന്നതിനായി വേസ്റ്റ് ബിന്നുകൾ, അടിയന്തര പ്രാഥമിക ചികിത്സ നൽകുന്നതിനായി മെഡിക്കൽ ടീം, ആംബുലൻസ്, മോഷ്ടാക്കളെത്തിയാൽ നിരീക്ഷിക്കുന്നതിനും കണ്ടെത്തുന്നതിനും ക്ഷേത്ര പരിസരത്ത് CCTV സംവിധാനം എന്നിവ ബന്ധപ്പെട്ട വകുപ്പുകൾ സജ്ജമാക്കും. എക്സൈസ്, ഫുഡ് സേഫ്റ്റി എന്നീ വിഭാഗങ്ങൾ ഇതിനകം തന്നെ ആവശ്യമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. തുടർന്നും അതുണ്ടാകും. യോഗത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധര മാസ്റ്റർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. പ്രശാന്തി, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കുന്നംകുളം CR സന്തോഷ്, തലപ്പള്ളി തഹസിൽദാർ രാജേഷ് MR, മായന്നൂർ താലപ്പൊലി ദേശീയ കമ്മിറ്റി സെക്രട്ടറി വിമൽകുമാർ, കൊണ്ടാഴി താലപ്പൊലി ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് MP മുരളീധരൻ, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് നാരായണൻ, കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ സതീഷ് പരമേശ്വരൻ, പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ, സോഷ്യൽ ഫോറസ്ട്രി ഓഫീസർ TV ലോഹ്യ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിനോജ്, കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അബു M, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പഴയന്നൂർ AR മീര സാഹിബ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ വിദ്യ വിജയ് തുടങ്ങിയ വകുപ്പ് തല ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തവർ എടുത്ത നടപടികളെക്കുറിച്ചും ഒരുക്കങ്ങളെക്കുറിച്ചും യോഗത്തിൽ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.